ഇൻഡക്ഷൻ കുക്കർ ലാഭകരമായും സുരക്ഷിതമായും ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുള്ള ചില ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായും ഉപകാരപ്പെടും. മുഴുവനായും കാണുക. നമ്മുടെയൊക്കെ അടുക്കളയിൽ ഇൻഡക്ഷൻ കുക്കറിനുള്ള സ്ഥാനം ഇപ്പോ വലുതാണ്. ഒന്നാമത്തെ കാര്യം, സമയം ലാഭിക്കാം. ഗ്യാസിനേക്കാൾ വളരെ വേഗത്തിലാണ് പാചകം. പിന്നെ സുരക്ഷയുടെ കാര്യത്തിലും കക്ഷി മുന്നിലാണ്. തീ ഇല്ലാത്തതുകൊണ്ട് പൊള്ളലോ അപകടങ്ങളോ ഒരു പേടിയുമില്ല. താപോർജം നഷ്ടപ്പെടാത്തത് കൊണ്ട് വൈദ്യുതി ലാഭിക്കാനും പറ്റും. ചുരുക്കത്തിൽ പണവും സമയവും ലാഭിക്കാൻ ഇതൊരു ഉത്തമ മാർഗമാണ്. ഇനി ഏത് തരം ഇൻഡക്ഷൻ കുക്കറുകളാണ് വാങ്ങേണ്ടതെന്ന സംശയം പലർക്കും ഉണ്ടാവും. അപ്പോൾ പ്രധാനമായും വാട്ടേജ് നോക്കണം. വീടുകളിലേക്ക് സാധാരണയായി 1200 മുതൽ 2000 വാട്ട്സ് വരെയുള്ളത് മതിയാവും. പിന്നെ കുക്കിംഗ് പ്രീസെറ്റുകൾ, അതായത് ചോറ്, കറി, തിളപ്പിക്കൽ തുടങ്ങിയവയ്ക്ക് പ്രത്യേക ബട്ടണുകൾ ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. ടച്ച് കൺട്രോൾ ആണെങ്കിൽ വൃത്തിയാക്കാനും എളുപ്പമാണ്. ബ്രാൻഡ്, വാറന്റി എന്നിവയും പരിഗണിക്കാൻ മറക്കരുത്. ഇവയിൽ പലതരം പാചക രീതികൾക്കനുസരിച്ച് വാട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഫിലിപ്സ്, പ്രസ്റ്റീജ്, പിജൻ, വി ഗാർഡ് തുടങ്ങിയ ബ്രാൻഡുകളാണ് ഇൻഡക്ഷൻ കുക്കറുകൾക്ക് പേര് കേട്ടവ. ഇവയ്ക്ക് നല്ല വാറന്റിയും സർവീസും ഉണ്ടാകും. മോഡൽ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളും ബഡ്ജറ്റും കൂടി നോക്കിയാൽ മതി. എല്ലാ ബ്രാൻഡിലും പല വാട്ടേജ് റേഞ്ചിലുള്ളവ ലഭ്യമാണ്. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഒന്നാമതായി, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ. പരന്ന അടിഭാഗമുള്ള ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഗ്ലാസ്, അലുമിനിയം തുടങ്ങിയവ പ്രവർത്തിക്കില്ല. രണ്ടാമത്, സുരക്ഷ. പാചകം കഴിഞ്ഞ ഉടൻ പ്രതലത്തിൽ തൊടരുത്. നല്ല ചൂടുണ്ടാകും. കുട്ടികളുള്ള വീടുകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. പിന്നെ കറണ്ട് ലാഭിക്കാൻ. ചോറും കറിയും ഒക്കെ തിളച്ചു കഴിഞ്ഞാൽ ഉടൻ വാട്ടേജ് കുറയ്ക്കുക. അതോടൊപ്പം പാത്രം മൂടി വെച്ച് പാചകം ചെയ്യുന്നത് നല്ലതാണ്. കുട്ടികളുള്ള വീടുകളിൽ ചൈൽഡ് ലോക്ക് ഉള്ളത് നല്ലതാണ്. ഇത് സുരക്ഷയ്ക്ക് വളരെ സഹായിക്കും. കുട്ടികൾ കളിക്കുന്നതിനിടയ്ക്കോ മറ്റോ അബദ്ധത്തിൽ അടുപ്പ് ഓണാക്കുന്നതോ സെറ്റിംഗ്സ് മാറ്റുന്നതോ തടയാൻ ഇത് സഹായിക്കും. നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ ഗ്ലാസ് ടോപ്പ് വൃത്തിയാക്കാൻ എളുപ്പമാണ്. ഉപയോഗത്തിന് ശേഷം തണുത്തതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാൽ മതിയാകും. ഇൻഡക്ഷൻ കുക്കറിലേക്ക് ഇൻഡക്ഷൻ ബേസ് പാത്രങ്ങൾ തീർച്ചയായും ഉപയോഗിക്കാം. അത് പ്രഷർ കുക്കറോ, റൈസ് കുക്കറോ, നോൺ സ്റ്റിക് തവയോ, ഫ്രൈ പാനോ, എന്തിന് മീൻകറി വെക്കുന്ന പാത്രങ്ങളോ ആവട്ടെ. ഇൻഡക്ഷൻ കുക്കറുകൾക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള പാത്രങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ആ പാത്രത്തിന്റെ ബേസിൽ മാഗ്നറ്റ് ഒട്ടിപ്പിടിക്കുമെങ്കിൽ അത് ഇൻഡക്ഷൻ കുക്കറിൽ പ്രവർത്തിക്കും. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി പാത്രങ്ങൾ വാങ്ങുമ്പോൾ അടിയിൽ ഇൻഡക്ഷൻ കമ്പാറ്റബിൾ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇൻഡക്ഷൻ കുക്കിങ്ങിന്റെ സയൻസ് ഇങ്ങനെയാണ്. കുക്ക് ടോപ്പിന് അടിയിലുള്ള കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഫീൽഡ് പാത്രത്തിന്റെ അടിഭാഗത്തുള്ള ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലുമായി പ്രവർത്തിച്ച് അവിടെ ചെറിയ കറണ്ടുകൾ ഉണ്ടാകും. ഈ കറണ്ടുകളാണ് പാത്രം ചൂടാക്കുന്നത്. അതുകൊണ്ടാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അലുമിനിയം, കോപ്പർ പോലുള്ളവ വർക്ക് ചെയ്യുക. പിന്നെ പാത്രത്തിന്റെ അടിഭാഗം ഫ്ലാറ്റ് ആയിരിക്കണം. എന്നാലേ മാഗ്നറ്റിക് ഫീൽഡുമായി നല്ല കോണ്ടാക്ട് ഉണ്ടാവും. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത ശേഷം മെയിൻ സ്വിച്ച് പെട്ടെന്ന് ഓഫ് ചെയ്യരുത്. കാരണം കുക്കറിനുള്ളിലെ ഫാൻ കുറച്ചുനേരം പ്രവർത്തിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കുക്കറിനുള്ളിലെ സർക്യൂട്ടുകൾ ചൂടാകാതെ സംരക്ഷിച്ച് അതിന്റെ ആയുസ് കൂട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഫാൻ തനിയെ ഓഫ് ആകുന്നത് വരെ കാത്തിരിക്കണം.